എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂണിക് ഫെദറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടുതലും ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നെ ഫോട്ടോഷോപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ടൂൾ ബോക്സിലെ 2 ടൂളുകളും പിന്നെ അതേ കണക്ക് തന്നെ ലെയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിരുന്നു. ഈ കാണുന്നതിനെയാണ് ലെയർ ബോക്സ് എന്ന് പറയുന്നത്. ഈ ലെയർ ബോക്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബേസിക്സ് ആയിട്ട് നമ്മൾ ഈ ലെയർ ബോക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ടൂൾ ബോക്സിലെ രണ്ട് ടൂൾസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വരും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഞാനിവിടെ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ഒരു ന്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ പുതിയ പേജ് ക്രിയേഷൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ടൂളായിട്ടുള്ള മാർക്ക് ടൂളിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടൂൾ ബോക്സിൽ ഏറ്റവും ആദ്യം കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ആദ്യം കാണുന്നതാണ് മാർക്ക് ടൂൾ. ഈ മാർക്ക് ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ, സിംഗിൾ റോ മാർക്ക് ടൂൾ ആൻഡ് സിംഗിൾ കോളം മാർക്ക് ടൂൾ. ഇതിനകത്ത് മാർക്ക് ടൂളിൻ്റെ ഒരു കീവേഡ് അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്ന് പറയുമ്പോഴത്തേക്ക് എം ആണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ എൻ്റെ സൈഡിൽ കാണാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ എം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ടൂൾ സെലക്ട് ചെയ്യാനാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ റെക്റ്റാങ്കുലർ മാർക്ക് ടൂളാണ് എടുത്തിരിക്കുന്നത്. റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുത്തതിന് ശേഷം റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു സെലക്ഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി സെലക്ഷൻ എന്താണെന്ന് തന്നെ പറയാം. സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെലക്ഷൻ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പേജിൽ ഒരു സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെലക്ഷനകത്ത് മാത്രമായിരിക്കും ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സെലക്ഷനകത്തായിരിക്കും ഇനിയുള്ള എല്ലാ വർക്കുകളും അഫക്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് പെയിൻറ്റ് ടൂളും പിന്നെ അതേകണക്ക് തന്നെ ബ്രഷ് ടൂളുകളും ഇന്നൊന്ന് യൂസ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് മോർ ഡീറ്റെയിൽസ് നമുക്ക് വരും വീഡിയോസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ലെയർ ബോക്സിനെ കുറിച്ച് കൂടി ഇൻട്രൊഡക്ഷൻ ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിവിടെ പെയിൻറ്റ് ടൂള് അതേ കണക്ക് തന്നെ ബ്രഷ് ടൂള് എന്നിവ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വരും വീഡിയോസിൽ പെയിൻറ്റിനെ കുറിച്ചും പെയിൻറ്റ് ടൂളിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പെയിൻറ്റ് ടൂൾ ഞാൻ എടുത്ത ശേഷം ഒരു കളർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെലക്ഷനകത്ത് മാത്രമാണ് ഇപ്പോൾ ഈ പെയിൻറ്റ് ആഡായിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കളർ ആഡായിരിക്കുന്നത്. അത് ഈ ഒരു സെലക്ഷനുള്ളിലാണ്. ഞാനിനി ഇതേ കാര്യം ഒന്നുകൂടി ചെയ്യുകയാണ്. ഈ സെലക്ഷൻ മാറ്റിയ ശേഷം വീണ്ടും ഞാനിവിടെ സെലക്ഷൻ ഇല്ലാതെ ഈ ഒരു പേജിലേക്ക് ഇപ്പം ലെയർ ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു പേജ് ഫുള്ളായിട്ട് പെയിൻറ്റ് ആഡാകുന്നത് അല്ലെങ്കിൽ കളർ ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഇവിടെ ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കുലർ സെലക്ഷൻ ടൂൾ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇതേ കാര്യം ഈ ഒരു സെലക്ഷനകത്ത് മാത്രമായിരിക്കും ആയിരിക്കുന്നത്. ഈ ഒരു സെലക്ഷൻ വന്നതിന് ശേഷം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സെലക്ഷൻ പോകാനായിട്ട് കൺട്രോൾ D, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സെലക്റ്റിൽ നിന്നും കൺട്രോൾ D സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ഷൻ പോകുന്നതാണ്. ഇപ്പോൾ മാർക്ക് ടൂൾ, റെക്റ്റാങ്കുലർ മാർക്ക് ടൂളിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കുലർ മാർക്ക് ടൂളിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലെ ഒരു സെലക്ഷൻ വരയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടൂളായ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾസ് എടുക്കുന്നു. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു എലിപ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു എലിപ്സ് ഷേപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പോ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. 1:1 റേഷ്യോയിൽ നിങ്ങൾക്കൊരു ഷേപ്പ് വരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ഒരേ റേഡിയസിൽ ഒരു സർക്കിൾ ഷേപ്പ് ആയിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ഞാൻ ഷിഫ്റ്റ് ഇപ്പോൾ പ്രസ് ചെയ്തത് മാറ്റിയാണ്. ഓക്കെ, പ്രസ് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ ഷേപ്പ് വരയ്ക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇറഗുലറായിട്ട് നമുക്ക് എലിപ്സ് ഷേപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ സർക്കിൾ ഷേപ്പിലോ എന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് 1:1 എന്നുള്ള റേഷ്യോയിൽ നിങ്ങൾക്ക് എലിപ്സ് മാത്രമല്ല, നിങ്ങൾക്ക് റെക്റ്റാങ്കുലർ മാർക്ക് ടൂളും ലൈനുകളും എല്ലാം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അലൈൻമെൻറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അളവിലോ സ്ട്രെയിറ്റ് ലൈനായിട്ടോ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനെ നിങ്ങൾക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. അപ്പോൾ എലിപ്സും
റെക്റ്റാങ്കുലർ മാർക്ക് ടൂളും എലിപ്റ്റിക്കൽ മാർക്ക് ടൂളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലെയറിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ലെയർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ലെയർ ബോക്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുമ്പോൾ പാർട്ടായിട്ടായിരിക്കും നമ്മൾ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതേ വർക്ക് ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ്. റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുത്തു, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് വരയ്ക്കുന്നു. അതിനകത്തേക്ക് ഞാനൊരു കളർ ഫില്ല് ചെയ്യുന്നു. സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുകയാണ്, കൺട്രോൾ ഡി പ്രസ് ചെയ്യുന്നു. അടുത്തത് ഞാനൊരു എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എടുക്കുന്നു, എലിപ്സ് ഷേപ്പ് വരയ്ക്കുന്നു. കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് അറിയാൻ വേണ്ടി. ഇതേ കണക്ക് തന്നെ പെയിൻറ് ടൂൾ എടുക്കുന്നു, അടിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് മൂവ് ചെയ്യാൻ നോക്കുകയാണ്. സാധിക്കില്ല, കാരണം ലെയർ ലോക്ക്ഡ് ആയിരിക്കും. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ലെയർ എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ തീർച്ചയായും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനകത്ത് ഒരു എഡിറ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റിനോ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ മൂവ്മെൻറ്റിന് നമുക്കൊരിക്കലും സാധിക്കില്ല. ഇനി എഡിറ്റ് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ വർക്കുകളല്ല, ഇപ്പോൾ ഈ 2 വർക്കുകൾ ഇരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ലെയറിലാണ്. ഇതിലേക്ക് ഞാനൊരു എറൈസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ എറൈസർ ടൂളിനെ കുറിച്ചെല്ലാം കൂടുതൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ ഒരു എറൈസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വർക്കിനും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വർക്കിൽ എറൈസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വർക്കിൽ എറൈസ് ചെയ്ത് കഴിഞ്ഞാലും ഈ എല്ലാത്തിലും ഒരേപോലെ എഫക്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ലെയർ ഇട്ടുകൊണ്ട് ഇതേ വർക്ക് നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ലെയർ ഇട്ടുകൊണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഞാനിതെല്ലാം ബാക്ക് അടിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ലെയർ പലതരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ലെയർ, ഈ ഒരു ലെയർ ബോക്സിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ള ഈ ഷോർട്ട് ഐക്കൺ വഴി നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ നിന്നും നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ലെയർ എന്ന ഓപ്ഷനിൽ ന്യൂ എടുത്തു കഴിഞ്ഞാൽ ലെയർ ഓപ്ഷൻ നമുക്ക് ഒരു പേരോട് കൂടി ഇവിടെ ഞാൻ റെഡ് എന്ന രീതിയിൽ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, 2 ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ലെയറിൻ്റെ ഷോർട്ട് കട്ടായിട്ടുള്ള ഷിഫ്റ്റ് കൺട്രോൾ N എന്ന ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ലെയറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത 2 വർക്കുകളും ഒന്നുകൂടി ചെയ്യാൻ പോവുകയാണ്. ലെയർ 1 എടുക്കുന്നു. ഞാൻ ആ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ ഒന്നുകൂടി വരയ്ക്കുകയാണ്. അതിനുശേഷം അതേ കണക്ക് ആ കളർ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഡീസെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റെഡ് എന്ന് പറഞ്ഞ ആ ഒരു ലെയറിന് സെലക്ട് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എലിപ്റ്റിക്കൽ മാർക്ക് ടൂളാണ്. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഒരു എലിപ്സ് വരയ്ക്കുന്നു. ഷിഫ്റ്റ് തന്നെ പ്രസ് ചെയ്ത് ഒരു സർക്കിൾ തന്നെ വരച്ചേക്കാം. ഓക്കെ, ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. അതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ചെയ്ത അതേ വർക്ക്. ഓക്കെ, ഡീസെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ വർക്കിൽ ചെയ്ത അതേ കാര്യം ഒന്നുകൂടെ ചെയ്യുകയാണ്. മൂവ് ടൂൾ എടുക്കുകയാണ്. ഈ കാണുന്നതാണ് മൂവ് ടൂൾ. ഈ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ ലെയറുകളെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലെയറാണ് മൂവ് ആവുന്നത്. അതായത് ഈ ഒരു റെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ലെയർ ഇപ്പോൾ എനിക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ എറൈസർ ടൂൾ എടുക്കുന്നു, എറൈസ് ചെയ്യുകയാണ്. ഇവിടുന്ന് തന്നെ എറൈസ് ചെയ്യാം. ഓക്കെ, ആ ഒരു റെഡ് മാത്രമാണ് എറൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ ഒരു വർക്ക് മാത്രമാണ് എറൈസ് ആയിരിക്കുന്നത്. അപ്പോൾ എന്ത് എഡിറ്റ് ആണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലർ ടൂൾ ഉപയോഗിച്ച് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി അത് ഡിലീറ്റ് ചെയ്യണം. ഇത്രയും ഭാഗം ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഡിലീറ്റ്. ഓക്കെ, ആ ഒരു ലെയർ ഏതാണോ, അതാ ഈ കാണുന്ന റെഡ് എന്ന് പറഞ്ഞ ലെയറിലുള്ള വർക്ക് ഏതാണോ ആ ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു ലെയറിലുള്ള വർക്കിന് മാത്രമാണ് എല്ലാ എഫക്റ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പം ബാക്ക് അടിച്ചിരിക്കുന്നതാണ്. കൺട്രോൾ Z, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും എഡിറ്റ് നിന്നും അൺഡു സ്റ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞ് കൺട്രോൾ Z, കൺട്രോൾ ഷിഫ്റ്റ് Z എന്നൊക്കെ പറഞ്ഞ് ബാക്ക്വേർഡും ഫോർവേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതെടുത്തു. ഇനി ലെയർ 1 സെലക്ട് ചെയ്തു. ഇപ്പോൾ ലെയർ 1-ലുള്ളത് ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ അതെനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് എഡിറ്റ് ഒന്ന് എറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അത് മാത്രമാണ് എറൈസ് ആവുന്നത്.
ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ലെയർ ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. വർക്ക് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് എന്ത് എഡിറ്റ് വന്നു കഴിഞ്ഞാലും എറേസ് വന്നു കഴിഞ്ഞാലും നമുക്കത് ഈസിയായി ചെയ്യുവാൻ ലെയർ ഇട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ലെയർ ബോക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. വരും വീഡിയോസിൽ കൂടുതലായി നമ്മൾ ലെയറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ, എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ എന്നീ 2 ടൂളുകളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ 2 സിംഗിൾ റോ, സിംഗിൾ കോളം ഇവ രണ്ടുമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു ലെയർ ബോക്സിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സിംഗിൾ റോ മാർക്യൂ ടൂൾ, സിംഗിൾ കോളം മാർക്യൂ ടൂൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഈ പേജ് ഞാൻ സ്റ്റാൻഡേർഡ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇമേജ് ഓപ്പൺ ആക്കാം. ഫയലിൽ നിന്നും ഓപ്പൺ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ തന്നെ സാമ്പിൾസ് ആണ്. ഈ സാമ്പിൾസ് നമുക്ക് എവിടെ നിന്നും അവൈലബിൾ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഫോട്ടോസ് വേറെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെ ഒരുപാട് സാമ്പിൾസ് നമുക്കിതിലേക്ക് തന്നിട്ടുണ്ട്, അതായത് ജസ്റ്റ് വർക്ക് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി. അപ്പോൾ അത് എവിടെ നിന്നും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് PC ഓപ്പൺ ആക്കുക. PCയിൽ നിന്നും ലോക്കൽ ഡിസ്ക് C ഓപ്പൺ ആക്കുക. ഈ ഒരു Cയിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ ഏത് ഡ്രൈവിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡ്രൈവിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും അത് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ Cയിലാണ്, C എടുത്തിരിക്കുന്നു. അതിനകത്ത് പ്രോഗ്രാം ഫയൽസ് എന്ന ഫയലിലോട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. ഞാൻ പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ആക്കി അഡോബ് ഫോട്ടോഷോപ്പ് 7 എന്ന ഓപ്ഷനിൽ സാമ്പിൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്താൽ നിങ്ങൾ വരുന്ന ആ ഒരു റൂട്ട് കറക്റ്റായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ സാമ്പിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും ഇമേജുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഇതിൽ നിന്നും ഞാനിപ്പോൾ ഒരു പേപ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്താണ് ഞാനിവിടെ ഈ ഒരു സിംഗിൾ റോയും സിംഗിൾ കോളവും യൂസ് ചെയ്യാനായിട്ട് പോകാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ പേജിൽ നിന്നും ഈ ഒരു 2 ലെയറുകളും ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം എനിക്ക് ഈ ഒരു വർക്ക് മാറ്റുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും എളുപ്പം. ഞാനിത് ഇനി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളയുന്നതിനേക്കാൾ ഈ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡ്രാഗ് ചെയ്ത് നമുക്കിവിടെ ഡിലീറ്റ് എന്നുള്ള ഈ ഒരു താഴെ കൊണ്ടുവന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതും സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ ഓപ്ഷനകത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ലെയർ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു പേജിൽ നിന്നും എങ്ങനെ ഈ ഒരു സിംഗിൾ കോളവും സിംഗിൾ റോയും മാർക്യൂ ടൂൾ ചെയ്യുന്നു, എന്താണ് ഈ സിംഗിൾ റോയും സിംഗിൾ കോളവും എന്നതാണ് പറയാൻ പോകുന്നത്. സിംഗിൾ റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഒരു സെലക്ഷൻ ഇട്ടിട്ട് ആ ഒരു സെലക്ഷൻ കടന്നു പോകുന്ന ലൈനുകളിലെ സിംഗിൾ കളേഴ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു ആർട്ട് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സിംഗിൾ റോയും സിംഗിൾ കോളവും യൂസ് ചെയ്യുന്നത്. കോളം ആകുമ്പോൾ വെർട്ടിക്കലായിട്ടും റോ ആകുമ്പോൾ ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഞാൻ സിംഗിൾ റോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ റോയിൽ എടുത്തിട്ട് ഈ ഒരു ഇമേജിനകത്തുനിന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ലൈൻ വീഴുന്നതും അതൊരു സെലക്ഷനായിട്ട് മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ലൈൻ കടന്നു പോയിരിക്കുന്ന ഓരോ സിംഗിൾ കളേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ആർട്ട് വർക്ക് രീതിയിൽ നമുക്ക് ചെയ്യുവാനാണ് ഇവിടെ സാധിക്കുന്നത്. ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. മൂവ് ടൂളിൽ ഷോ ബൗണ്ടിങ് ബോക്സ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ബാറിൽ ഒരു സെലക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെലക്ഷൻ്റെ 2 എൻഡിലും സെൻട്രൽ പോർഷനിലുമായിട്ട് ഓരോ ബൗണ്ടിങ് ബോക്സുകൾ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ബൗണ്ടിങ് ബോക്സ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഇപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ കടന്നു പോയിരിക്കുന്ന കളേഴ്സിനെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മുകളിലേക്കും താഴേക്കും ആ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ആർട്ട് വർക്ക് ഞാൻ ഈ പേജിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിന്ന് ഫ്രീ ട്രാൻസ്ഫോം ആയിട്ട്, അതായത് ഇതിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും ആയിട്ടുള്ള ഒരു ഓപ്ഷനെയാണ് ഫ്രീ ട്രാൻസ്ഫോം അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് വരും വീഡിയോസ്, അതായത് ഇതിനകത്ത് കൂടുതൽ ഇമേജുകൾ വെച്ചുകൊണ്ട് നമ്മൾ എഡിറ്റ് ഓപ്ഷൻ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തെടുക്കുവാൻ ഏതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആർട്ട് വർക്ക് ചെയ്തെടുത്തത് ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ ഇട്ടുകൊണ്ടാണ്. ഈ ഒരു ഹൊറിസോണ്ടൽ അല്ലാതെ വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ ഇട്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് സിംഗിൾ കോളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. ഇപ്പോൾ സിംഗിൾ റോ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സിംഗിൾ കോളം ഉപയോഗിച്ചുകൊണ്ടൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കടന്നു പോകുന്ന വഴി നമുക്ക് ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പം ബൗണ്ടിങ് ബോക്സ് ഇവിടെ ഓൾറെഡി ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു
പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് മൗസ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മൂവ് ടൂൾ എടുക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ ഒരു പേജിലേക്ക് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമേഷൻ ഓപ്പൺ ആക്കി ഞാനത് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന രീതിയിൽ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ റോ മാർക്ക് ടൂളും സിംഗിൾ കോളം മാർക്ക് ടൂളും എങ്ങനെ യൂസ് ചെയ്തു എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വി വിൽ ബാക്ക് യു സൂൺ.